വയ ഡൊളറോസ എന്നത് ലാറ്റിൻ ഭാഷയാണ്. ഇതിന് ദുഃഖകരമായ വഴി അഥവാ കഷ്ടപ്പാടിൻ്റെ വഴി എന്നാണ് മലയാളത്തിൽ അർത്ഥം വരുന്നത്. കുരിശിൻ്റെ വഴി എന്നാണ് ഈ പാതയെ വിശേഷിപ്പിക്കപ്പെടുന്നത്. അന്റോണിയോ ഫോർട്രസ് ചർച്ച് മുതൽ ചർച്ച് ഓഫ് ഹോളി സ്പെക്ഷിലേക്ക് ഏകദേശം 600 മീറ്റർ ദൂരമാണ് ഉള്ളത്. ഈ രണ്ട് പള്ളികൾക്കിടയിലാണ് കുരിശിൻ്റെ വഴിയിലെ 14 സ്ഥലങ്ങൾ ഉള്ളത്. 18-ാം നൂറ്റാണ്ട് മുതലാണ് ഈ ഭാഗം ഈ രൂപത്തിൽ നിലനിർത്തി വന്നിരിക്കുന്നത്. 14 സ്ഥലങ്ങളിലെ കുരിശിൻ്റെ വഴി ഉള്ളതിൽ 9 എണ്ണം തെരുവുകളിലും ഈ കാണുന്ന തെരുവുകളിലായിട്ടും ബാക്കി 5 എണ്ണം കാൽവരി പള്ളിയുടെ ഉള്ളിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം നിലനിൽക്കുന്നത് മുസ്ലിം ക്വാർട്ടറിൻ്റെ ഉള്ളിലായിട്ടാണ്. ഈ 14 സ്ഥലം കുരിശിൻ്റെ വഴികളിൽ 14 സ്ഥലങ്ങളും മുസ്ലിം ക്വാർട്ടറിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അതിൻ്റെ 14 സ്ഥലങ്ങളിൽ ഏതൊക്കെ സ്ഥലത്താണെന്നാണ് കേട്ടോ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ 14 സ്ഥലങ്ങളിൽ ഒന്നാമത്തെ സ്ഥലം പീലാത്തോസിൻ്റെ അരമനേൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഒന്നാമത്തെ സ്ഥലമുള്ളത്. അങ്ങനെ 14 സ്ഥലങ്ങൾ. അതിലുള്ള 5 സ്ഥലങ്ങൾ കാൽവരി പള്ളിക്ക് ഉള്ളിലാണ്. കാൽവരി പള്ളീൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലാണ് 5 സ്ഥലങ്ങളും. ബാക്കി 9 എണ്ണവും പുറത്ത് ഈ വഴികളിലാണ്. ഓരോ വഴികളിലായിട്ടാണ് ഈ 5 സ്ഥലങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഈ ഒന്നാം സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാം സ്ഥലമാണിത്. ഇത് ജസ്റ്റ് സ്ഥലമായിട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം ചെറിയ ചെറിയ ചാപ്പലുകളായിട്ടാണ്. ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടൊരു സ്കൂളാണുള്ളത് കേട്ടോ. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഒരു ചാപ്പൽ പോലെ ഒന്നും പണിതിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു സ്ഥലം മാത്രമായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇത് രണ്ടാം സ്ഥലമായ പീലാത്തോസിൻ്റെ അരമന. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ പീലാത്തോസിൻ്റെ അരമനയും യേശുവിനെ ചാട്ടവാറം കൊണ്ട് അടിപ്പിച്ചതും എല്ലാ കാര്യങ്ങളും ഈ ഒരു പള്ളീൻ്റെ ഭാഗത്തായിട്ടാണ് വന്നത്. അതിൻ്റെ ചിത്രങ്ങളും അതിൻ്റെ ഒരു സ്ട്രക്ചറും അടക്കം പീലാത്തോസിൻ്റെ അരമനയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. പീലാത്തോസിൻ്റെ അരമനേൻ്റെ ഫുൾ വീഡിയോ ഇട്ടതുകൊണ്ട് പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എല്ലാം പറയുന്നതാന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഓരോ ഗ്ലാസ്സിനും അടക്കം സ്പെഷ്യലുണ്ട്. ഈ പള്ളീൻ്റെ ഉള്ളിൽ ഗ്ലാസ്സുകൾ വരുന്നുണ്ട്. അത് പീലാത്തോസിൻ്റെ അരമനേൻ്റെ ഉള്ളിൽ വരുന്ന ഇതൊരു ചർച്ചായിട്ടാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഒരു ചെറിയ ചാപ്പൽ പോലെ ചർച്ചാണ്. ഇതിൻ്റെ ഉള്ളിൽ കുർബാനയും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഗ്ലാസ്സുകൾക്ക് വരെ, ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ടൈലുകൾക്ക് വരെ ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആ ചാപ്പലിൻ്റെ ഉള്ളിലായിട്ടാണ് ഈശോനെ ചാട്ടവാറം കൊണ്ട് അഴിച്ചതും മുൾക്കിരീടം ധരിപ്പിച്ചതും എന്ന് കരുതപ്പെടുന്ന ആ ഒരു പള്ളി ഇവിടെയാണുള്ളത്. ഈ പള്ളി ഇതാണ് രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത്. ആ പള്ളി ഇതിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. കൂടാതെ ജെറുസലേമിലെ കുരിശുയുദ്ധ കാലഘട്ടത്തിൽ ജെഹോർഷറാത്ത് സ്ട്രീറ്റ് എന്നാണ്, അല്ലെങ്കിൽ ജോസഫാത്ത് വഴി എന്നാണ് അന്ന് ഈ ഒരു ഭാഗത്തെ, അതായത് വയ ഡോളറോസ എന്ന് പറയുന്ന നമ്മുടെ കുരിശിൻ്റെ വഴി അന്ന് കുരിശുദ്ധ കാലത്ത് വിളിച്ചുകൊണ്ടിരുന്നത് ജോസഫറാത്ത് എന്ന പേരിലായിരുന്നു. ഇന്നത്തെ ഈ വഴി, അതായത് കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത് തെരുവിൻ്റെ, അതായത് ഈ ഒരു ഭാഗത്തെ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ഭാഗമായിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. അതായത് തകർന്നു പോയ അന്റോണിയോയുടെ കോട്ടയ്ക്ക് സമീപമാണ് ഭൂപടങ്ങളിലെല്ലാം ഈ ഒരു ഭാഗത്തെ കണക്കാക്കിയിട്ടുള്ളത്. അതായത് ലയൺസ് ഗേറ്റിന് സമീപത്ത് ഇതിൻ്റെ തൊട്ടപ്പുറം ഈ ഓരോ സ്ഥലങ്ങളിൽ നിന്നും ലയൺസ് ഗേറ്റിലേക്ക് പോകുന്ന വഴികളുടെ തൊട്ടടുത്തായിട്ടാണ് ഈ ഭാഗം സ്ഥിതി ചെയ്യുന്നത്. അതായത് കിഡ്രോൺ താഴ്വരയുടെ സമീപം ആയിരിക്കാം ഇത് സ്ഥിതി ചെയ്തിരുന്നതെന്ന് പറയപ്പെടുന്നു. 14-ാം അത് ഞാൻ പറഞ്ഞിരുന്നു, 18-ാം നൂറ്റാണ്ട് തൊട്ടാണ് ഈ വഴിയിൽ ഈ അതായത് കുരിശിൻ്റെ വഴിയിലൂടെ ഫോട്ടോകളും അതിൻ്റെ ഭാഗങ്ങളും സ്ഥാപിച്ചിട്ട് കത്തോലിക്കർക്ക് വേണ്ടിയിട്ടുള്ള, അതായത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക രീതിയിൽ ഈ ഒരു കുരിശിൻ്റെ വഴി ക്രമീകരിച്ചത് 18-ാം നൂറ്റാണ്ട് തൊട്ടിട്ടാണ് കേട്ടോ. ഏകദേശം 1350 മുതൽ ഫ്രാൻസിസ്കൻ സന്യാസിമാർ ഈ കുരിശിൻ്റെ വഴി ഹോളി സ്പെക്ചർ മുതൽ പീലാത്തോസിൻ്റെ ഭവനം വരെ, അതായത് ആ ഭാഗം വരെ കണ്ടെത്തിയിരുന്നു. അതിനുശേഷം 1517 ഫ്രാൻസിസ്കന്മാർ യേശുവിൻ്റെ പീഡാനുഭവ സംഭവങ്ങൾ കാലക്രമേണ ഓരോ സംഭവങ്ങൾ ഇതിങ്ങനെ ഭിത്തിയിൽ ഒരു സ്ട്രക്ചർ പോലെ, അതായത് ഒരു രൂപങ്ങൾ പോലെ അതിന് എത്രാമത്തെ വഴിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ രൂപത്തിൽ, അതായത് ഫ്രാൻസിസ്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഈ ഒരു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ആ കാണുന്നതാണ് കാൽവരി പള്ളീൻ്റെ മേൽഭാഗം കേട്ടോ. അതായത് ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഈ വഴികളിലാണ് ഏകദേശം 9
കുരിശിൻ്റെ വഴിയിൽ 9 സ്ഥലങ്ങളും ബാക്കി 5 സ്ഥലങ്ങളുള്ളത് പള്ളീൻ്റെ ഉള്ളിലുമാണ്. അതായത് 1-ാം സ്ഥലവും 2-ാം സ്ഥലവും എന്ന് പറഞ്ഞാൽ യേശുവിനെ മരണത്തിന് വിധിച്ച സ്ഥലമെന്നും പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് മരണത്തിന് വിധിച്ച സ്ഥലമെന്നും അതിനുശേഷം 2-ാമത്തെ യേശുവിൻ്റെ തൻ്റെ കുരിശ് ചുമക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച സ്ഥലവുമായിട്ടും പിന്നെ 3-ാം സ്ഥലം കണക്കാക്കുന്ന യേശു ആദ്യമായിട്ട് വീണ സ്ഥലമായിട്ടും 4-ാം സ്ഥലം യേശു തൻ്റെ അമ്മയായ മറിയത്തെ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ അത് ആ സ്ഥലം ഇപ്പോൾ ഒരു ചെറിയ ചർച്ചാണ്. അപ്പോൾ ചർച്ച് ഓഫ് ഓവർ ലേഡി ഓഫ് ദ സോയാസിസ് എന്നാണ് ആ സ്ഥലത്തെ അറിയപ്പെടുന്നത് കേട്ടോ. അതായത് 4-ാമത്തെ സ്ഥലം ഈ ഒരു ഭാഗത്തെ. അതിനുശേഷം 5-ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഷീമോനെ കുരിശ് ചുമക്കാനായി ഏൽപ്പിച്ച സ്ഥലം എന്നാണ് പറയുന്നത്. അതും ഒരു ചെറിയ ചാപ്പലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. 6-ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് വെറോനിക്ക യേശുവിൻ്റെ മുഖം തുടച്ചു എന്ന് കരുതപ്പെടുന്ന സ്ഥലവും 7-ാമത്തെ സ്ഥലം യേശു 2-ാം പ്രാവശ്യവും വീണ സ്ഥലവും പിന്നെ 8-ാമത്തെ സ്ഥലം യെരുശലേമിലെ സ്ത്രീകൾ യേശുവിനെ ചൊല്ലി കരയുന്നത്, യേശുവിനെ ഓർത്ത് കരയുന്ന സ്ഥലവും 9-ാമത്തെ സ്ഥലം യേശു 3-ാം പ്രാവശ്യം വീഴു എന്ന് പറയപ്പെടുന്നതും 10-ാമത്തെ സ്ഥലം യേശുവിൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയതും 11-ാമത്തത് യേശുവിനെ കുരിശിൽ തറച്ച്, ഇപ്പം നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടത് യേശുവിനെ കുരിശിൽ തറച്ച സ്ഥലമാണ്. 12-ാമത്തത് യേശു കുരിശിൽ മരിച്ചു, ആ ഭാഗത്ത് തന്നെയാണ് യേശു കുരിശിൽ മരിച്ചത്. പിന്നെ 13-ാമത്തെ സ്ഥലം യേശുവിനെ കുരിശിൽ നിന്ന് ഇറക്കി കിടത്തി, ആ കല്ലുണ്ട് അവിടെ, യേശുവിനെ ഇറക്കി കിടത്തിയ കല്ലുണ്ട് അവിടെ, അത് കാണിച്ചു തരാവേ. ആ കല്ലും 14-ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് യേശുവിൻ്റെ കല്ലറയാണ്. ഈ എല്ലാ സ്ഥലങ്ങളും അതായത് 5 സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഈ പള്ളിയിൽ, അതായത് കാൽവരി പള്ളീൻ്റെ ഉള്ളിലാണ് 5 സ്ഥലങ്ങൾ ഉൾപ്പെടുന്നതും ബാക്കി 9 സ്ഥലങ്ങൾ നമ്മൾ കണ്ട ഓരോ സെക്ഷനായിട്ടാണ് ആ ബാക്കി 9 സ്ഥലങ്ങളുള്ളത്. ഈ ഓരോ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഇതിനുള്ളിൽ എക്സാക്ട്ലി എവിടെ വെച്ചിട്ടാണെന്ന് എനിക്കും കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ചെറിയ ഭാഗത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് ഇതിൻ്റെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടാണ് പിന്നെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടെ ഇറങ്ങിപ്പോയ താഴെ നിന്നാണ്. കൽവരി പള്ളീൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയാത്തത്. അതിൻ്റെ ഉള്ളിൽ വെച്ച് അവിടെയാണ് നമ്മുടെ ഈ യേശുവിന് തറച്ച കുരിശ് കണ്ടെത്തി എന്ന് പറയുന്നത് അവിടെയാണ്. ഇതാണ് യേശു ഉള്ള കല്ലറ, യേശുവിനെ കുരിശിൽ തറച്ചതിന് ശേഷം ഇറക്കി കിടത്തി എന്ന് പറയുന്ന കല്ലറ ഇതാണ്. ഈ കല്ലറയ്ക്കുള്ളിൽ എനിക്ക് ഒരു കുർബാന കൂടാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ വന്ന സമയത്ത് എനിക്കൊരു കുർബാന കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാൽവരി പള്ളിക്കുള്ളിൽ ഒരു കുർബാന, അത് ഞാൻ 2 കുർബാന ഇവിടെ കണ്ടിട്ടുള്ളായിരുന്നു. കാരണം പിന്നെ യുദ്ധമൊക്കെ ആയതുകൊണ്ട് പിന്നെ കുർബാനയൊക്കെ കുറവ്, പിന്നെ എനിക്ക് ജോലീൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇറങ്ങാനും പറ്റിയില്ല. പക്ഷേ എന്നിരുന്നാലും എനിക്കിവിടെ വെച്ച് 2 കുർബാന കൂടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ കുരിശിൻ്റെ വഴിയിലെ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ.